കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതി ഗ്രാമസഭായോഗം ബ്ലോക്ക് കാര്യാലയത്തിൽ ചേർന്നു. വർക്കിംഗ് ഗ്രൂപ്പുകൾ തയ്യാറാക്കിയ കരട് പദ്ധതി നിർദ്ദേശങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട പദ്ധതികളുടെ ലിസ്റ്റും ഇതോടൊപ്പം തയ്യാറാക്കി പ്രസിദ്ധപ്പെടുത്തി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പദ്ധതി വിഹിതം ലഭിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒന്നാണ് കോതമംഗലം ബ്ലോക്ക്. പഞ്ചായത്ത് തല വികസന പദ്ധതികളുടെ രൂപീകരണത്തിന്റെ ആദ്യപടിയെന്നോണം ജനുവരി 28-ന് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം വിളിച്ചു ചേർത്തിരുന്നു. വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി 100ഓളം അംഗങ്ങളാണ് യോഗത്തിൽ വന്നു ചേർന്നിരുന്നത്. ഇതേ തുടർന്ന് വർക്കിംഗ് ഗ്രൂപ്പുകൾ തയ്യാറാക്കിയ പദ്ധതി നിർദ്ദേശങ്ങളുടെ കരട് രേഖ പ്രസിദ്ധപ്പെടുത്തി. ഇതിനായുള്ള യോഗം ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ വിളിച്ചു ചേർത്തു. ഓരോ വർക്കിംഗ് ഗ്രൂപ്പുകളും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട പദ്ധതികളുടെ ലിസ്റ്റ് തയ്യാറാക്കി. പൊതുഭരണം, ധനകാര്യം, മൃഗസംരക്ഷണം, കൃഷി, ക്ഷീരവികസനം, പ്രാദേശിക സാമ്പത്തിക വികസനം, സാമൂഹ്യനീതി എന്നിങ്ങനെ 14 ഇന പദ്ധതികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. ഭൂതത്താൻകെട്ട് ബ്ലോക്ക് ഡിവിഷനിൽ ബ്ലോക്ക് പഞ്ചായത്ത് വക 1 ഏക്കർ ഭൂമിയിൽ PMAY പദ്ധതിയിലൂടെ ഗുണഭോക്താക്കൾക്ക് ഭവന നിർമ്മാണത്തിന് സ്ഥലം ലഭ്യമാക്കുക, BPL കുടുംബങ്ങൾക്ക് പശുക്കളെ വാങ്ങാനുള്ള സബ്സിഡി പദ്ധതി, വിശ്രമ കേന്ദ്രങ്ങളും ഹെൽത്ത് ക്ലബ്ബുകളും അനുവദിക്കുക തുടങ്ങിയ നിരവധി പദ്ധതി നിർദ്ദേശങ്ങളാണ് കരട് പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ വികസന സെമിനാറുകൾ നടത്തുക എന്നതാണ് അടുത്ത ഘട്ടം. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജോയ് പി ജോസഫ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് പദ്ധതി വിശദീകരണം നടത്തി. പ്രസിഡന്റ് ജെസി സാജു യോഗം ഉദ്ഘാടനം ചെയ്തു. ബിൻസി മോഹൻ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. BDO അമിത നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.